മുണ്ടക്കയം ബൈപ്പാസ് റോഡിൽ ചാച്ചിക്കവലിക്ക് സമീപം മണിമലയാറ്റിൽ പൈങ്ങനാത്തോട് സംഗമിക്കുന്നിടത്ത് മാലിന്യ നിക്ഷേപം രൂക്ഷം. ബൈപ്പാസ് റോഡിലെ ചെറുപാലത്തിന് താഴ്ഭാഗത്താണ് വലിയ തോതിൽ മാലിന്യങ്ങൾ തോട്ടിൽ കുമിഞ്ഞുകൂടി കിടക്കുന്നത്. രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധർ പാലത്തിൽ നിന്നും മാലിന്യങ്ങൾ തോട്ടിലേക്ക് വ്യാപകമായി നിക്ഷേപിക്കുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും മാലിന്യങ്ങൾക്ക് പുറമെ മാംസ അവശിഷ്ടങ്ങളടക്കം വലിയ തോതിലാണ് ഇവിടെ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിന് സമീപത്തായി മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചതിൻ്റെ അവശിഷ്ടങ്ങളും കാണാം. പ്ലാസ്റ്റിക് കവറുകളിലും തെർമോകോൾ പെട്ടികളിലും കൊണ്ടുവന്നാണ് വലിയ തോതിൽ ഇവിടെ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഇതിന് സമീപത്തെ റോഡിൻ്റെ വശങ്ങളിൽ വലിയ മാലിന്യ നിക്ഷേപമുണ്ടായിരുന്നു. പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ഇവിടുത്തെ മാലിന്യം നീക്കം ചെയ്യുകയും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയും സ്വീകരിക്കുന്നതിനോടൊപ്പം മേഖലയിൽ നിരീക്ഷണം ഊർജിതമാക്കുകയും ചെയ്തതോടെ പ്രശ്നത്തിന് പരിഹാരമായിരുന്നു. എന്നാൽ ഇപ്പോൾ സാമൂഹ്യവിരുദ്ധർ വലിയ തോതിലാണ് ഇവിടെ തോട്ടിലേക്ക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. മുണ്ടക്കയത്തു നിന്നും ചാച്ചിക്കവലയിലേക്ക് പോകുന്ന വഴിക്കുള്ള ചെറുപാലത്തിൽ നിന്നും മാലിന്യങ്ങൾ വലിയ തോതിൽ പൈങ്ങന തോട്ടിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട്. ചെറിയ മഴ പെയ്തതോടെ ഈ മാലിന്യങ്ങളെല്ലാം ഒഴുകി മണിമലയാറ്റിലേക്ക് എത്തുകയാണ്. വേനൽ രൂക്ഷമായതോടെ ജലനിരപ്പ് താഴ്ന്ന പുഴയിൽ മാലിന്യങ്ങൾ വലിയ തോതിൽ അടിഞ്ഞുകൂടി കിടക്കുന്നത് മൂലം ജലം പൂർണ്ണമായും ഉപയോഗശൂന്യമായി മാറിയിട്ടുണ്ട്. ഇതിന് സമീപമാണ് ജലവിതരണ വകുപ്പിൻ്റെ പമ്പ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും പമ്പ് ചെയ്യുന്ന ജലമാണ് മുണ്ടക്കയത്തും സമീപ പ്രദേശങ്ങളിലും കുടിവെള്ളമായി വിതരണം ചെയ്യുന്നത്. ഇത് പ്രദേശവാസികളിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന ആക്ഷേപവുമുണ്ട്. പൊതു ഇടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചാൽ നാടിനെ മാലിന്യമുക്തമാക്കുവാൻ സാധിക്കും. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.